2019 ഞാൻ ബഗ്ദാദിലേക്ക് ഒരു യാത്ര പോകുന്നത്. ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. അഥവാ കേരളത്തിൽ ഉള്ള അല്ലെങ്കിൽ ലോകത്ത് തന്നെയുള്ള സുന്നി മുസ്ലിങ്ങൾക്ക് പൊതുവിൽ മദീന ഷരീഫ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിച്ച ഒരു മഹാൻ എന്ന് പറയുന്നത് സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആയിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അവരെ സന്ദർശിക്കുക എന്നുള്ളത് ലോകത്തുള്ള ഏതൊരു വിശ്വാസിയെയും പോലെ എൻ്റെയും വലിയൊരു സ്വപ്നമായിരുന്നു. പ്രത്യേകിച്ച് ലക്ഷദ്വീപുകാരൻ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് വളരെ സ്വാർത്ഥതയോടുകൂടി ഞങ്ങൾ കാണുന്ന ഒരു സൂഫി നേതൃത്വമാണ് മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അവരുടെ സിയാറത്തിനായി പോയിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് പെട്ടെന്ന് ഒരു വേനലവധി കാലത്താണ്, പഠനകാലത്ത് ഇങ്ങനെ ഒരു അവസരം 2019 ലഭിക്കുന്നത്. അങ്ങനെ ഇറാഖിലേക്ക് വളരെ ചെറിയ ഒരു സംഘത്തിനോടൊപ്പമാണ് ഇറാഖ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമായി ബഗ്ദാദിലേക്ക് എത്തുകയും ബഗ്ദാദ് എയർപോർട്ടിൻ്റെ കാഴ്ചയിൽ തന്നെ എൻ്റെ പ്രതീക്ഷകളെല്ലാം ഒരുപാട് പോയിട്ടുണ്ട്. നാം കേട്ടിട്ടുള്ള ബഗ്ദാദ്, സദ്ദാം ഹുസൈൻ്റെ ബഗ്ദാദ്. സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്ത് ഒരു ഇറാഖി ദീനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $2. ഞാൻ അവിടെ നിന്ന് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമിനടുത്ത് നിന്നുള്ള ഒരു സ്ഥലത്ത് നിന്നൊരു മോതിരം വാങ്ങി 2000 റിയാലിന്. അഥവാ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 1000 രൂപയ്ക്കടുത്ത് വരുന്ന ഒരു വെള്ളി മോതിരം. അപ്പോൾ ഈ ചെറിയൊരു കാലയളവിനുള്ളിൽ എന്താണ് ഈ ഒരു നാടിന് സംഭവിച്ചത് എന്നുള്ള ഒരു വിവരണം എൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെയാണ് അധിനിവേശ ശക്തികൾ ഇറാഖിനെ നശിപ്പിച്ചത്, എങ്ങനെയുള്ള ഇറാഖായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഫലഭൂയിഷ്ടമായ എന്ത് വിളവിറക്കിയാലും വിളവെടുപ്പ് നടത്താൻ കഴിയുന്ന അത്രയും ഫലഭൂയിഷ്ടിയുള്ള യൂഫ്രട്ടീസും ടൈഗ്രീസും വളരെ സമ്പുഷ്ടിയോടുകൂടി ഒഴുകുന്ന, നമുക്ക് വലിയ മലകളും കുന്നുകളൊന്നും ഇറാഖിൽ കാണാൻ കഴിയില്ല. ഒരുപാട് പാടങ്ങളാണ്. അതുപോലെ തന്നെ നല്ല ജലസമ്പത്തും എല്ലാം കൊണ്ടും വളരെ സമ്പന്നമായ നാടാണ് ഇറാഖ്. ആ ഇറാഖ് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് എന്നുള്ള ഒരു നേർരേഖ ചെറിയ നിലക്കെങ്കിലും ഞാൻ പുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയാതെ ഇറാഖിൻ്റെ ചരിത്രം പൂർണ്ണമാവുകയില്ല. ഇറാഖിലെ മെസപ്പൊട്ടേമിയൻ ആ ഒരു നാഗരികതയും എല്ലാം നിലകൊള്ളുന്ന ഇറാഖിൽ നിന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഊഷരഭൂമിയായ മക്കയിലേക്ക് തൻ്റെ ഭാര്യയായ ഹാജർ ബീവി അലൈഹിസ്സലാമിനെയും അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൊണ്ട് യാത്ര വരുന്നത്. അവിടെ അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളോട് ഇത് അള്ളാഹ് കൽപ്പിച്ചതാണോ എന്ന് ബീവി ഹാജർ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് മൂളുന്നുണ്ട്, അതെ, അള്ളാഹുവാണ് എന്നോട് ഇതിന് കൽപ്പിച്ചത്. അപ്പോൾ ദൃഢചിത്തതയോടുകൂടി ഒരു പ്രസ്ഥാനമായിരുന്നു ബീവി ഹാജർ അലൈഹിസ്സലാം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന രൂപത്തിലാണ് ബീവി പ്രതികരിച്ചത്. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. ദുൽഹിജ്ജയിലും അതുപോലെ തന്നെ ബലിപെരുന്നാളിൻ്റെ ചരിത്രവും നമുക്കറിയാം. ഇന്ന് ലോകത്തുള്ള മുഴുവൻ ഹാജിമാരും ഒരു കേന്ദ്രബിന്ദുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യർ ഇക്കാലമത്രയും ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്മരിച്ചുകൊണ്ടാണ്. അവരെറിഞ്ഞ കല്ലാണ് ഇന്നും ഹാജിമാരെറിയുന്നത്. അവർ എടുത്ത സംസം ജലമാണ് ഇന്നും ഹാജിമാർ ദാഹമകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഹാജിയുടെ ജീവിതത്തിലെ ആ ദിവസങ്ങളിലുള്ള ഓരോ നിമിഷങ്ങളും സ്മരിക്കുന്നത് ആല് ഇബ്രാഹിമിനെയാണ് അലൈഹിമുസ്സലാം. അപ്പോൾ ഈ രൂപത്തിൽ ഇറാഖിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരുപാട് കണ്ണീരിൻ്റെ ചരിത്രം, ത്യാഗങ്ങളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കണ്ണീരിൽ കുതിർന്ന കർബലയുടെ ചരിത്രം, അതുപോലെ സയ്യിദുന അലി കറമല്ലാഹു വജ്ഹഹു, അവിടുത്തെ ഭരണ തലസ്ഥാനം ഇറാഖിലെ കൂഫയായിരുന്നു, അവിടുത്തെ ചരിത്രം. അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന ലോകത്തിലെ അഹ്ലുബൈത്തിൻ്റെ മുഴുവൻ പിതാമഹനായ, ലോകത്തിലെ അഹ്ലുബൈത്തിലെ ഹുസൈനി സാദാത്തിങ്ങളുടെ പിതാൻമഹന്മാരിൽ പ്രധാനിയായ സയ്യിദ് അഹമ്മദ് ബിൻ ഈസൽ മുഹാജിർ റളിയല്ലാഹു അൻഹു ഇറാഖിലെ ബസറയിൽ നിന്നാണ് യമനിലെ ഹദ്റമൗത്തിലേക്ക് കുടിയേറുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന കഥയാണ്
അവിടെയും ഇറാഖിന് പറയാനുള്ളത്. ഈ രൂപത്തിൽ ഇറാഖിൻ്റെ ചരിത്രം വളരെ വിശാലമാണ്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ അൽ കൂഫി റളിയല്ലാഹു അൻഹു, അതുപോലെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങി വലിയ പണ്ഡിതന്മാരുടെ ചരിത്രം പറയാനുണ്ട്. അബ്ബാസിയ ഖലീഫമാരുടെ ചരിത്രം പറയാനുണ്ട്. ഇവിടെയെല്ലാം വളരെ ചെറിയ നിലക്ക് സ്പർശിച്ചുകൊണ്ടാണ് ഞാൻ സിയാറത്ത് ചെയ്തിട്ടുള്ള മഹാന്മാരുടെ ചെറിയ ഹ്രസ്വമായ ചരിത്രങ്ങൾ, അതുപോലെ തന്നെ ഇടക്ക് നടക്കുന്ന ചില ഗൗരവതരവും അതുപോലെ തന്നെ രസകരവുമായ ചില സംഭവങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ ഞാൻ കുറിച്ചിടുന്നുണ്ട്. ഇതൊരു ചരിത്രാന്വേഷണമാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടു കൂടിയുള്ള എത്തിനോട്ടമാണ് എന്നൊക്കെ പറയാം. ഈ പഠനം അപൂർണമാണ്, ഇതൊരു പഠനമല്ല, ഒരു വിദ്യാർത്ഥിയുടെ അനുഭവങ്ങളാണ്. ഞാൻ അനുഭവിച്ച ഒരു രസകരമായ സംഭവം, ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടി കർബലയിൽ ഇറങ്ങി ഇമാം സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മസാറിലേക്ക് നടന്നു നീങ്ങുന്ന വേളയിൽ ഒരു കടയിലേക്ക് കയറി. നമ്മളുടെ ഒരു സുന്നി പണ്ഡിത വേഷമാണല്ലോ ഞാൻ ധരിച്ചിരിക്കുന്നത്. ഒരുപാട് ഷിയാക്കളാണ് അവിടെ കൂടുതലും കട നടത്തുന്നവർ. അവിടെയുള്ള കടകളിൽ, അവിടെയുള്ള സ്ഥലങ്ങളിൽ സ്ട്രീറ്റിന് വരെ ഇമാം മഹദി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഷാരിഉൽ ഇമാം മഹദി അജ്ജൽ അല്ലാഹു ഫറജഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വരവ് എത്രയും പെട്ടെന്ന് ആക്കട്ടെ എന്നുള്ള രൂപത്തിൽ ദുആ ചെയ്തുകൊണ്ടുള്ള സ്ട്രീറ്റിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ എല്ലാത്തിനും ഒരു ഷീഈ ചുവയുള്ള രൂപത്തിലാണ് അവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കടയിലേക്ക് ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് വേഷം കണ്ട മാത്രയിൽ തന്നെ ഇയാൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ വഹാബിയാണ്, നിങ്ങൾക്ക് കച്ചവടമില്ല, ഇറങ്ങിപ്പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആട്ടി പുറത്തേക്ക് പായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും എന്തുകൊണ്ടാണ് ശരിക്കും ഈ ഷീഇകൾക്ക് സുന്നികളോട് ഇത്രയും വെറുപ്പുണ്ടാവാനുള്ള കാരണം? അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ഷിയാക്കളുടെ കുത്തകയാണ്. അവർക്കേ അഹ്ലുബൈത്തിനെ സ്നേഹിക്കാൻ അറിയൂ. അവരുടെ ഘാതകരെ കൂടി അതിനോടൊപ്പം സ്നേഹിച്ചാൽ അത് യഥാർത്ഥ സ്നേഹമാവുകയില്ല എന്നുള്ള രൂപത്തിലുള്ള ബാലിശമായ വാദങ്ങളുമായി ഒരു അടിസ്ഥാനവുമില്ലാതെ അഹ്ലുസുന്നക്കെതിരെ വാളെടുത്തിറങ്ങുന്നവരാണ് ഷിയാക്കൾ എന്നുള്ളത് അവരുടെ ചരിത്രത്തിലേക്ക് ശരിക്കും ഊളിയിട്ടിറങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ രക്തം നിറഞ്ഞ ചരിത്രങ്ങൾ, മക്ക ഹറമിൽ വന്നുകൊണ്ട് അവിടെയുള്ള ഹാജിമാരെ കൊലപ്പെടുത്തുകയും ഹജറുൽ അസ്വദ് അടക്കം ഹാജിമാർക്ക് എത്രയോ വർഷങ്ങളോളം ഹജറുൽ അസ്വദ് ഇല്ലാതെ ഹജ്ജ് ചെയ്യേണ്ടി വന്നു. ഹജറുൽ അസ്വദ് അടിച്ച് പൊട്ടിച്ച് അവർ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത കറാമിത്തക്കാരുടെ ചരിത്രം, അങ്ങനെ തുടങ്ങി രക്തരൂഷിതമായ ചരിത്രങ്ങൾ ആണ് ഷിയാക്കളുടെ ഭരണകാലം അതുപോലെയുള്ള കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ അഹ്ലുസുന്നയുടെ ഇമാമുമാരെ അവരുടെ ഇമാമമാരായി ചിത്രീകരിക്കുകയും സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബത്തിനെ വളരെ മോശമായ രീതിയിൽ ചീത്ത പറയുകയും കുറ്റം പറയുകയും അതിനെ വലിയൊരു ആരാധനാകർമ്മം പോലെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് ഷിയാക്കൾ. അവരിൽ തന്നെ എത്രയോ അവാന്തര വിഭാഗങ്ങളുണ്ട് എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ചുള്ള ചെറു വിവരണങ്ങളെല്ലാം ഇതിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇമാമുമാർ, ഖാദിരിയ തരീഖത്തിൻ്റെ മശായിഖുമാരെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഇമാമുമാരായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഷെയ്ഖായ അബൂ സഈദ് മുബാറക് അൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു, അവരുടെ മുകളിലേക്കുള്ള ഒരുപാട് മശായിഖുമാർ, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, സരിയു സഖ്തി റളിയല്ലാഹു അൻഹു, ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ഒരുപാട് ഖാദിരിയ തരീഖത്തിൻ്റെ മശായിഖുമാർ, സൂഫി നേതാക്കൾ, മദ്ഹബിൻ്റെ ഇമാമുമാർ, ഇവരുടെയൊക്കെ ചരിത്രം, ഇവരുടെയൊക്കെ മസാറുകൾ നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ വളരെ ദുഃഖകരമായി കാണപ്പെട്ടത് അവിടെയുള്ള മിക്ക കെട്ടിടങ്ങളും വെടിയുണ്ട തറച്ച കെട്ടിടങ്ങളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെയുള്ള മക്കൾ, ഒരു കാലത്ത് രാജാക്കന്മാരായി നടന്ന മക്കൾ, സമ്പന്നരായി നടന്ന മക്കൾ ഇന്ന് അവിടെ തെരുവുകളിലൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. വീടുകളില്ലാത്ത ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. വലിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈയൊരു അധിനിവേശം ഒരു രാജ്യത്തിനുണ്ടാക്കിയ മുറിവുകൾ ഇന്നും ആ മുറിവുകൾ ഉണങ്ങാതെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോഴാണ് എങ്ങനെയാണ് ഫലസ്തീൻ ഈ ഒരു രൂപത്തിൽ ഇന്ന് നിലകൊള്ളുന്നതെന്നും
എങ്ങനെയാണ് അവർ ഈ ഒരു അവരുടെ അധിനിവേശത്തിൽ നിന്നും അവർ വീണ്ടെടുത്ത ആ ഊർജവുമായിട്ടാണ് ഇന്നും ആ ഇറാഖി ജനത ജീവിക്കുന്നത് എന്നും അവരുമായി സംസാരിക്കുന്ന സമയത്ത്, സംവദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ, സിയാറത്ത് നിമിഷങ്ങൾ എല്ലാം ഈ പുസ്തകത്തിലൂടെ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാഖ് ദ ടെയിൽസ് ഫ്രം എ ലോസ്റ്റ് നേഷൻ എന്ന് പറയുന്ന ഈ പുസ്തകം നിങ്ങൾ വാങ്ങുകയും വായിക്കുകയും വിനീതനെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക.